ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം കണ്ട് ജയം വന്നിരിക്കുക. എന്ത് പറ്റി, നീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറൊന്നും പറയാത്തതിൻ്റെ ദേഷ്യമാണോ? ഇപ്പോൾ ഒരാൾക്ക് അവരുടെ കാര്യം വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവേനെ പറയുക, ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല, ചോദിച്ചിട്ടും കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കും അതിനോട് പറയാൻ താല്പര്യമില്ലയെന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പം ഞാൻ വിഷമിക്കുന്ന അത് ഓർത്തിട്ടല്ല, എൻ്റെ മകൻ്റെ കാര്യം ഓർത്തിട്ടാണ്. ഞാനൊരു അമ്മ കൂടിയാണ്. ആദർശന് നയനയില്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജയം പറയുക, അത് ഒരു നല്ല അമ്മ എന്ന സ്ഥിതിക്ക് താനത് മനസ്സിലാക്കിയത് നന്നായി. പക്ഷേ താൻ അത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. മരുമോളെ ഒന്ന് വിളിക്കണം, എങ്കിൽ നമ്മുടെ മോൻ്റെ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോവുകയും ചെയ്യും എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പറയുകയാണ്, താൻ അവിടെ ചെന്ന് വിളിക്കുകയൊന്നും വേണ്ട, ഫോൺ എടുത്തൊന്ന് വിളിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനീനെയാണ് കേട്ടോ. അനിയോട് മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, അനാമികയുടെ സ്വഭാവം ഞങ്ങളാരും ന്യായീകരിക്കുകയല്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു പാരമ്പര്യമില്ല. ഇനി കൂടുതൽ കമ്പനി ഉത്തരവാദിത്വം നിനക്ക് വരുമ്പം നിൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയി പിണങ്ങി നിൽക്കുക എന്നറിയുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ എന്തായാലും അവളെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളുമായിട്ട് ഒത്തുപോകാൻ വലിയ പാടാ. നയനടുത്തെ പിടിച്ച് തള്ളിയത് മാത്രമല്ലല്ലോ, നന്ദുവിനോട് ചെയ്തതിനും എനിക്കൊന്നും പറയാനില്ല. തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എതിർക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും ഞാൻ മിണ്ടാതിരിക്കുന്ന. പക്ഷെ അവളും അവളുടെ അച്ഛനും കൂടി അത് ചെയ്തതെന്നുള്ളത് 100% ഉറപ്പാണ് എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയാം, അത് സാരമില്ല, നീ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ നേരെ പോവുകയാണ് കേട്ടോ അനി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെല്ലുന്നപ്പോഴേക്കും ഇതെല്ലാം കണ്ട് രേവതി പറയുവാണ്, ദേ നോക്കി ആരാ വന്നേക്കുന്നതെന്ന് പറയുമ്പം വേണു പറയുകയാണ്, നമ്മുടെ മരുമോൻ വന്നല്ലോ, ആര് പറഞ്ഞിട്ടാണ് വന്ന ഇത്തവണ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ മകൾ ഈ വീട്ടിൽ നിന്ന സമയത്ത് അവളുടെ മുഖത്ത് പോയിട്ട് മേത്ത് പോലും ഒരു പാട് പോലും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അവളെ തല്ലിയിട്ട് പോലും ഇല്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ മനി പറയുന്നുണ്ട്, അതിൻ്റെ അവൾക്ക് കിട്ടിയത് അവളുടെ സ്വഭാവത്തിന് ഇതൊന്നും കിട്ടിയാൽ പോരാ. പിന്നെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ മുത്തശ്ശനും മുത്തശ്ശിയും വലിയമ്മയും പറഞ്ഞിട്ടാണ് വന്നേ, അവൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം എന്ന് പറയും കേട്ടോ. ഇതേക്കുമ്പോൾ വേണു പറയാണ്, എന്തായാലും ഞങ്ങളുടെ മോളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നല്ലോ, ഇപ്പോൾ ഞങ്ങളുടെ മോള് നിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് അനാമികയെ വിളിക്കും കേട്ടോ. അപ്പോൾ അനാമിക പറയാണ്, വന്നോ, ആര് പറഞ്ഞിട്ടാണ് വന്ന് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതി പയ്യെ പറയാണ്, പോവാൻ നോക്കിക്കോ, ഇനിയിപ്പോൾ ഇവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വാളും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് രേവതി പറയുകയാണ്, അത് ദേവയാനി ചേച്ചി പറഞ്ഞിട്ടാ മോളെ, ദേവയാനി ചേച്ചിയോട് വേറെ ആരേക്കാളും മോൾക്ക് സ്നേഹം വേണം. കാരണം സ്വന്തം മരുമോളെ മാറ്റി നിർത്തി മോളെ സ്വന്തം മരുമോളായിട്ട് കണ്ടാൽ സ്നേഹിക്കുന്നത്, അത് മോള് മനസ്സിലാക്കാതെ പോരുതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അനാമികയും അനിയുടെ കൂടെ പോകേണ്ടതുകൊണ്ട് നൈസായിട്ട് പറയുകയാണ്, അതെ വല്യമ്മയെ ഓർത്ത് ഞാൻ വരാം, വല്യമ്മയെ വേദനിപ്പിക്കാൻ മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് റെഡി ആവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഗോവിന്ദനെയും കനകേനെയാണ്. അവർ പ്രതിമകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയാണ്, ഇനി ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ഒരു മകളെ കൂടെ കെട്ടിച്ചു വിടേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, എന്നെ കെട്ടിച്ചു വിടുന്ന ആരും ഓർത്ത് അച്ഛനും അമ്മയും ബുദ്ധിമുട്ടണ്ട, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങ് കയറി ചെല്ലുവാണ് കേട്ടോ. പെട്ടെന്ന് കനക ചോദിക്കുകയാണ്, അയ്യോ ഇതെന്താ ഒറ്റയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയാണ്, അതെന്താ ഒറ്റയ്ക്ക് വരാൻ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, മരുമോളിൻ്റെ അനന്തപുരിയിലെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും പറയണം, അവളകത്തുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ശരി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം ദേവയാനി സ്നേഹം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല, ദേഷ്യം എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുക, ഇനി ബന്ധം പിരിയാണെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കുമോ. അത് കേൾക്കുമ്പോൾ കനക പറയുകയാണ്, അയ്യോ അങ്ങനെ പറയുമോ, പറച്ചിലും സംസാരവും കണ്ടിട്ട് അതിനാ വന്നതെന്ന് തോന്നുന്നില്ല ഗോവിന്ദേട്ടാ, എന്തായാലും നോക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനി നേരെ നയനയുടെ മുറിയിലോട്ട് കയറി ചെല്ലുവാണ്. നയന അവിടെ ഇങ്ങനെ മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, എനിക്ക് ഒറ്റൊരു മകനേ ഉള്ളൂ, മറ്റൊരു കുഞ്ഞിനെ പോലും നോക്കാത്ത എൻ്റെ സ്വന്തം കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പം, ആദർശന് 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് അവനൊരു രോഗിയായിരുന്നു. അന്നോട്ട് അവനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് ഈ ജന്മം ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞാൻ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടേ, അമ്മ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പറയുവാണ്, നീ അവിടെ വേണം എന്നുള്ളതാണ് എൻ്റെ മകന് ആകെക്കൂടെയുള്ള ഒരാശ്വാസം. ഒരമ്മയെന്ന നിലയ്ക്ക് ഞാനത് എതിർക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയതായിട്ട് സന്തോഷമാവുകയാണ്. അപ്പോഴും ദേവയാനി മനസ്സിൽ ചിന്തിക്കുവാണ്, നിന്നോട് ഞാൻ സ്നേഹമൊന്നും കാണിക്കില്ല, പക്ഷേ എനിക്കിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സ്നേഹം നിന്നോടാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് നയനോട് ദേഷ്യപ്പെട്ട് പറയുവാണ്,
ഞാനിവിടെ വന്ന് നിൻ്റെ കാല് പിടിക്കണം എന്നായിരിക്കുമല്ലോ നിൻ്റെ ആഗ്രഹം. എന്നെ ഇവിടെ വരുത്തി നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് സമാധാനം എന്തായാലും ആയി കാണുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കാല് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതും പിടിക്കാം എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ദേവയാനിയുടെ സംസാരം കേട്ട് പകച്ചു നിൽക്കുന്ന നയനേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.